ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദനേ, വന്ദനേ, ദാ വരുന്നു. പെട്ടെന്ന് വാ. കോടതിയിലെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? മാധവൻ നായരുടെ കുടുംബചരിത്രം ആകെ മാറി മറിയാൻ പോവാ. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ കോടതി കയറേണ്ട അവസ്ഥയാ വരാൻ പോകുന്നത്. വസന്തടുത്ത് വന്ന് ഒളിച്ചു നിൽക്കുകയാണല്ലോ. കോടതി കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറഞ്ഞ് വസന്തയർത്തിയെ ഒന്ന് വട്ടിളക്കാം. എന്താ ചെയ്താ? വന്ദനെ, കോടതി വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? മാധവൻ നായര് സ്വന്തം മക്കളായ പ്രകാശന്റെയും മനോജിന്റെയും പേരിൽ കേസ് കൊടുത്തിരിക്കുന്നു. ഇന്നായിരുന്നു കേസിന്റെ ആദ്യവാദം. വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുക. നന്നായി. സത്യം പറഞ്ഞ ഈ ബുദ്ധി അച്ഛൻ കുറച്ചു മുന്നേ കാണിക്കേണ്ടതായിരുന്നു. മക്കള് കാണിച്ചിരുന്ന നെറുകേടുകളൊക്കെ പരമാവധി സഹിച്ചും ക്ഷമിച്ചും നടന്നിരുന്ന ആള് ഏതായാലും പ്രതികരിക്കാൻ തുടങ്ങിയത് നന്നായി. അച്ഛൻ ഇത് കുറച്ചു നേരത്തെ ആവായിരുന്നു. അച്ഛന്റെ കേസ് വാദത്തിന് എടുത്തു കഴിഞ്ഞോ? ഞാൻ പറഞ്ഞില്ലേ, ആദ്യ വിചാരണ നടന്നു. അതിൽ നാളിതുവരെ പ്രകാശനും മനോജനും വേണ്ടി ചെലവാക്കിയ പണം തനിക്ക് തിരിച്ചു കിട്ടണമെന്ന് മാധവൻ നായര് കോടതിയെ ബോധിപ്പിച്ചത്രേ. എന്നിട്ട് കോടതി കേസ് അനുഭവപൂർവ്വം പരിഗണിച്ചെന്നോ, ഈ പ്രകാശും മനോജും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്നോ എന്നൊക്കെ കേൾക്കുന്നു. അച്ഛനെ ഇതുവരെ ചതിച്ചു നേടിയ പണം കോടതി തന്നെ ഇടപെട്ട് തിരിച്ചു കൊടുപ്പിക്കട്ടെ. അവസാന കാലത്ത് അച്ഛനും അമ്മയ്ക്കും മനസമാധാനത്തോടെ കഴിയാനുള്ള പണമായല്ലോ. വളരെ സന്തോഷം. മറ്റൊന്നുകൂടി കേൾക്കുന്നു. ഈ മാധവൻ നായര് പെൺമക്കളുടെ പേരിലും കേസ് കൊടുക്കാൻ പോകുന്നു. പെൺമക്കളുടെ പേരിലോ? വസന്തേച്ചിയുടെയും വന്ദനയുടെ പേരിലും കേസ് കൊടുക്കത്രേ. അയ്യോ, എന്തായാലും അച്ഛൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രഗത്ഭനായ ഒരു വക്കീലിനെയാ. കേസൊക്കെ കഴിഞ്ഞ് വിധി പറയുമ്പോ ഓരോ മക്കളും ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപ വീതെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പൊ 10 ലക്ഷം രൂപ സാരയില്ല. ജഗന്റെ അച്ഛനോട് ചോദിച്ചാ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും കിട്ടില്ലേ? ആ പണം വാങ്ങി നമുക്ക് കെട്ടിവെക്കാം. നമ്മുടെ കാര്യം അങ്ങനെ നടക്കും, മറ്റുള്ളവരുടെ കാര്യമോ? അതൊക്കെ അവര് നോക്കിക്കോളും, നമ്മളെ ബാധിക്കില്ലല്ലോ.